ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കാം. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിനെ എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനെ അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കങ്ങനെ ഉണ്ടാകും, അല്ലെന്നു വരികിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. എലീശ പ്രവാചകൻ ഏലിയ പ്രവാചകൻ്റെ ശിഷ്യനായിരുന്നു. പഴയ നിയമത്തിൽ കരുത്തേറിയ പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ. 8 മഹാത്ഭുതങ്ങൾ ദൈവനാമത്തിൽ ചെയ്യുവാനിടയായ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു വയലിൽ കൂടി പോവുകയായിരുന്നു. പോകുന്ന സമയത്ത് അവിടെ 12 കാളപൂട്ടി ഒഴുകുന്ന ഒരു നല്ല കൃഷിക്കാരനെ കണ്ടുമുട്ടി. 12 കാളപൂട്ടി ഒഴുതുകൊണ്ടിരിക്കുന്നു. അതിന് ഏറ്റവും പിറകിൽ ഒഴുകുന്നത് ഒരു യൗവനക്കാരനാണ്. ആ ഉഴവിൽ, ആ കൃഷിപ്പണിയിൽ ഉത്സാഹത്തോടെ ജോലി ചെയ്തുകൊണ്ട് ചെറുപ്പക്കാരൻ പോകുമ്പോൾ പെട്ടെന്ന് അവൻ ഞെട്ടിത്തിരിഞ്ഞു. കാരണം അവൻ്റെ പുറത്ത് എന്തോ വന്ന് വീണു. നോക്കിയപ്പോൾ ഒരു പുതപ്പാണ്. എവിടെ നിന്ന് തോന്നി ഈ പുതപ്പ്? നോക്കിയപ്പോഴിതാ ഒരാൾ നടന്നു പോകുന്നു. ആ ആൾ ഇട്ടിട്ട് പോയതാണ് ഈ പുതപ്പ്. ഏലിയ പ്രവാചകൻ്റെ പുതപ്പ് എലീശായുടെ ഈ യൗവനക്കാരൻ്റെ മേൽ ഇട്ടിട്ട് ഏലിയ പ്രവാചകൻ നടന്നു. അവനെ പുതപ്പെടുത്തുകൊണ്ട് പ്രവാചകൻ്റെ പുറകെ ഓടി. കലപ്പയിൽ നിന്ന് കൈവിട്ടു. ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് കൈവിട്ടു. ഏലിയ പ്രവാചകൻ്റെ പുറകെ ഓടി. അവൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ചെന്ന് എൻ്റെ മാതാപിതാക്കളോട് ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ വരാം. അവൻ ആ പുതപ്പ് വീണപ്പോൾ തന്നെ മനസ്സിലായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിളിയാണെന്ന്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉള്ള വിളിയാണെന്ന് അവൻ മനസ്സിലായി. ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനമാണെന്ന് അവൻ മനസ്സിലായി. വ്യക്തമായിട്ട് അവന് മനസ്സിലായി, ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ പിടിച്ചു, ദൈവം എന്നെ തൊട്ടു. അവൻ തീരുമാനിച്ചു, പോകും, ഏലിയ പ്രവാചകൻ്റെ പുറകെ പോകും. ദൈവത്തിൻ്റെ വേലയിൽ ഒരു നല്ല ഗുരുനാഥൻ്റെ കീഴേ നല്ലൊരു ശിഷ്യനായി ഞാൻ നടക്കും. അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ഒന്ന് വീട്ടിൽ ചെന്ന് ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാം, എൻ്റെ അപ്പനോടും അമ്മയോട് യാത്ര ചോദിച്ചിട്ട് വരാം. ഏലിയാവ് പറഞ്ഞു, പോയി വരിക, പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർക്കുക. നിൻ്റെ മേലൊരു പുതപ്പ് വീണു എന്നുള്ള കാര്യം നീ മറക്കരുത്. നിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആഹ്വാനം വന്നു എന്നുള്ള കാര്യം നീ മറക്കരുത്. നിൻ്റെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം വന്ന് നിന്നെ പിടിച്ചു എന്നുള്ള കാര്യം മറക്കരുത്. ദൈവം നിൻ്റെ മഹത്വമേറി ശുശ്രൂഷയ്ക്ക് നിന്നെ ആക്കിയെന്നും നിന്നെ നിയമിച്ചു എന്നുള്ള കാര്യം നീ മറക്കരുത്. പോയി വരിക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർക്കുക. എലീശ ഏലിയാവിൻ്റെ കൂടെ നടന്നു. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എത്ര താണ ശുശ്രൂഷയാണ്. ഒരു ശുശ്രൂഷക്കാരൻ്റെ വേല. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. അതാണ് പിന്നീട് വായിക്കുമ്പോൾ കാണാം. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത എലീശ സമ്പന്നനാണ്, 12 കാളപൂട്ടി ഒഴുകുവാനുള്ളതായ സമ്പത്തുള്ളവനാണ്. പക്ഷേ ഒന്നുമില്ലാത്തവനെ തോന്നുന്ന, കാട്ടിൽ മാത്രം വസിക്കുന്ന സാധുവായ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന വേല എലീശ ഏറ്റെടുത്തു. ഏലിയാവിൻ്റെ കൂടെ നടക്കുകയാണ്. അന്ന് അവിടെ അനേകം പ്രവാചക സ്കൂളുകളുണ്ടായിരുന്നു. അവിടെ ഗിൽഗാലിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, ബേഥേലിൽ വേറൊരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, എറിഹോവിൽ വേറൊരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, യോർദാനിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, ശീലോവിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. അതാത് സ്ഥലത്ത് പ്രാദേശികമായ കൂടിവരവുകളുണ്ടെന്ന്. കൂടെ പറയട്ടെ, പ്രാദേശികമായ സതുദ്ദേശത്തോടെ നടക്കുന്ന കൂടിവരവുകൾ സഭയുടെ സമ്പത്താണ്, സമൂഹത്തിൻ്റെ നിധിയാണത്. പ്രാദേശികമായ കൂടിവരവുകൾ സതുദ്ദേശത്തോടെ, വേറെ ലാക്കൊന്നുമില്ലാതെ, വേറെ യാതൊരു ലക്ഷ്യവുമില്ലാതെ, സ്ഥാപിത താല്പര്യമില്ലാതെ നടക്കുന്ന പ്രാർത്ഥനകൾ, പ്രാദേശികമായ ചെറിയ ചെറിയ കൂട്ടങ്ങൾ നാടിന് അനുഗ്രഹമാണ്, നാട്ടാർക്ക് അനുഗ്രഹമാണ്, സഭകൾക്ക് അനുഗ്രഹമാണ്, സമുദായങ്ങൾക്ക് അനുഗ്രഹമാണ്, ദേശത്തിനാകെ അനുഗ്രഹമായിരിക്കും. അന്ന് നാട്ടിലെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, അവിടെ എല്ലാം ഏലിയ പ്രവാചകൻ സന്ദർശിക്കും.
ഏലിയ പ്രവാചകൻ അവിടെയെല്ലാം സന്ദർശിക്കും, കൂടെ ഏലീശായും ഉണ്ടാകും. ഒരവസരത്തിൽ ഏലിയാവിനെ ഈ ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ദൈവം തിരുമനസ്സായപ്പോൾ ഏലിയാവ് പറഞ്ഞു, ഞാൻ അധികം നാൾ കൂടെ ഉണ്ടാവില്ല, എന്നെ അക്കരയ്ക്ക് ദൈവം വിളിക്കാറായിരിക്കുന്നു, ഞാൻ പോകും. എലീശ പറഞ്ഞു, എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരാഗ്രഹം. എനിക്ക് അങ്ങയുടെ മേലുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഒരു കാര്യം ഇത്രയും നാൾ കൂടെ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങയുടെ മേലൊരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട് എന്ന്, അങ്ങയുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ട് എന്ന്, പരിശുദ്ധാത്മാവിൻ്റെ തീ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങയ്ക്കുള്ളതിൽ ഇരട്ടി ശക്തി എനിക്ക് ലഭിക്കണം. അതാണ് പറഞ്ഞത്. 9-ാം വാക്യം. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിൻ്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് ഒരിക്കലും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവർ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. തുടങ്ങുന്നത് ഗിൽഗാലിൽ നിന്നാണ് പുറപ്പെട്ടത്. ഗിൽഗാലിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. അവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പല ശിഷ്യന്മാർ വേറെയുണ്ട്. അവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ എലീശ ഏലിയാവിൻ്റെ കൂടെ പുറപ്പെടുകയാണ്. ഗിൽഗാലിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് 15 മൈൽ രണ്ടുപേരും കൂടെ നടന്നു. 15 മൈൽ. അന്ന് വേറെ യാത്രാ സൗകര്യങ്ങളില്ലല്ലോ. 15 മൈൽ നടന്നു ബേഥേലിലെത്തി. അത് പടിഞ്ഞാറോട്ടാണ് നടന്നത്. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഏലിയാവ് പറയുന്നു, എന്നെ ഇപ്പോൾ യെറിഹോവിലേക്ക് ദൈവം അയച്ചിരിക്കുകയാണല്ലോ. ഈ കണ്ട വഴി ഇങ്ങോട്ട് നടന്നതിന് തിരിച്ച് നടക്കണമെന്നായി പറയുന്നത്. തിരിച്ച് 12 മൈൽ കിഴക്കോട്ട്. ഗിൽഗാലിൽ നിന്ന് 15 മൈൽ പടിഞ്ഞാറോട്ട് ബേഥേലിലെത്തി. ബേഥേലിൽ നിന്ന് 12 മൈൽ കിഴക്കോട്ട് യെറിഹോവിലെത്തി. യെറിഹോവിലെത്തിയപ്പോൾ പറയുകയാണ്, ഏലിയ പ്രവാചകൻ പറയുകയാണ്, ദൈവം എന്നോട് പറയുന്നു ജോർദാനിലേക്ക് പോകണമെന്ന്. യോർദാനിലേക്ക് ദൈവം എന്നോട് അങ്ങനെ പറയുന്നത്. ഇനിയും പിന്നെയും പോകണം കിഴക്കോട്ട് 5 മൈൽ കൂടി. യെറിഹോവിൽ നിന്ന് 5 മൈൽ പിന്നെയും കിഴക്കോട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എലീശ മടുക്കുന്നില്ല. എലീശ ചോദ്യം ചെയ്യുന്നില്ല, എന്താണിത് ഇങ്ങനെ അങ്ങോട്ട് 15 മൈൽ പടിഞ്ഞാറോട്ട് പോയി, പിന്നെ 12 മൈൽ കിഴക്കോട്ട് പോയി, പിന്നെയും 5 മൈൽ പിന്നെയും കിഴക്കോട്ട് പോയി. ഇതിങ്ങനെ ആദ്യം തന്നെ അവിടുന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ അങ്ങ് കിഴക്കോട്ട് നടന്നാൽ മതിയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു 5, 3, 8 മൈൽ നടന്നാൽ മതിയായിരുന്നല്ലോ. ഇത് ഇത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ തോന്നാം. പക്ഷേ എലീശയ്ക്കൊന്നും തോന്നിയില്ല. കാരണം എലീശയ്ക്കൊരു ശുദ്ധോദ്ദേശമുണ്ട്. എന്തിനെന്നോ എന്തുകൊണ്ടെന്നോ ചോദ്യമില്ലാതെ എലീശ പിറകെ കൂടിയിരിക്കുകയാണ്. കാരണം എലീശയുടെ ഉള്ളിലൊരാഗ്രഹമുണ്ട്, ആത്മാവിൻ്റെ ഇരട്ടി ശക്തി എനിക്ക് വേണം, ഏലിയാവിൻ്റെ അകത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. അവിടെ ഏലിയാവ് പറഞ്ഞു, നീ കൂടെ നടക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ ഒരു കാര്യം, ഞാനിപ്പോൾ എടുത്തുകൊള്ളപ്പെടും കേട്ടോ, ഞാൻ കൊണ്ടുപോകും, ദൈവത്തിൻ്റെ ആത്മാവിനെ എടുത്തുകൊണ്ട് പോകും. എലീശ പറഞ്ഞു, എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ആശയം ഉണ്ടായിരുന്നു. ഞാൻ ഈ കണ്ട നാളെല്ലാം കൂടെ നടന്നതിനൊരു ഉദ്ദേശമുണ്ട്. അങ്ങയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി. എനിക്ക് അങ്ങയുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണം. ഇരട്ടി പങ്ക്. അങ്ങ് 8 അത്ഭുതം ചെയ്തെങ്കിൽ ഞാൻ 16 അത്ഭുതം ചെയ്യും. അങ്ങനെ വാക്ക് അവിടെ പറഞ്ഞിട്ടില്ല, ആശയം. ഈ 8 അത്ഭുതങ്ങളാണ് അങ്ങ് പ്രവർത്തിച്ചെങ്കിൽ 16 വീര്യപ്രവൃത്തികൾ എനിക്ക് ചെയ്യണം. ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കണം. ദൈവത്തിന് സ്തോത്രം. എലിയാവ് പറഞ്ഞു, മോനെ നല്ല ആഗ്രഹമാണ്, പക്ഷേ വളരെ പ്രയാസമാണല്ലോ. പ്രയാസമുള്ള കാര്യമാണ് നീ ചോദിച്ചത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കങ്ങനെ സംഭവിക്കും, കണ്ടില്ലെങ്കിലോ നിനക്കത് കിട്ടുകയില്ല. ഏലിയ ഉറങ്ങാൻ കിടക്കുമ്പോൾ എലീശ ഉറക്കളച്ചിങ്ങനെ അടുത്തിരിക്കുക. അതെന്തിനാ? ഏലിയ ഉറങ്ങാൻ കിടക്കുമ്പോൾ എലീശ ഉറക്കളച്ച് കണ്ണ് എണ്ണയൊഴിച്ചെന്ന് പറഞ്ഞതുപോലെ, കണ്ണിൽ എണ്ണയൊഴിച്ചെന്ന് പറയാറില്ലേ, എന്നതുപോലെ അങ്ങനെ ദത്തശ്രദ്ധനായിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും കണ്ണ് മാറുകയില്ല. എപ്പോഴാണോ എടുത്തുകൊള്ളപ്പെടുന്നത് അതുകൊണ്ട് നോക്കിയിരിക്കുകയാണ്. എലീശയ്ക്ക് ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റുന്നില്ല. ഏലിയാവ് എങ്ങോട്ട് പോയാലും കൂടെ പോകണം.
ഏലിയാവിൻ്റെ യാതൊരു കാര്യത്തിലും ഏലീശായ്ക്ക് കൂടെ നിൽക്കാതെ പറ്റുകയില്ല, കൂടെ നിന്നേ പറ്റൂ. കാരണം ഏലിയാവ് എടുക്കപ്പെടുന്ന എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ. എന്തൊരു ഭാരമുള്ള കാര്യമാണത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ നാം വിഷമിച്ചു പോകും. എങ്ങനെ ഏതെല്ലാം അവസരങ്ങളുണ്ട്, അപ്പോഴെല്ലാം എലീശ ഇങ്ങനെ കൂടെ നടക്കുന്നു, അപ്പോഴെല്ലാം എലീശ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എന്തൊരു പ്രയാസമുള്ള കാര്യമാണ്. എലീശ മാറുന്നില്ല. വായിക്കുന്നത്, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകുമല്ലെന്ന് വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എലീശ മടുത്തില്ല, ശിഷ്യൻ മടുത്തില്ല. ശിഷ്യൻ പിന്നാലെ നിന്നു. എന്തിന്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം, പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. ഉദാസീനതയില്ല, അലസതയില്ല. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഉദാസീനതയില്ലാതെ പിന്നാലെ നിൽക്കുകയാണ്, അലസതയില്ലാതെ പിന്നാലെ നിൽക്കുകയാണ്, ഒരു നിമിഷം പോലും കണ്ണിമയ്ക്കാതെ പിന്നാലെ നിൽക്കുകയാണ്. എത്ര നാൾ ഇങ്ങനെ നിൽക്കണം? എത്ര നാൾ ഇങ്ങനെ ഈ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു നിൽക്കണം? ഒന്നും അറിഞ്ഞുകൂടാ. എപ്പോഴാണ് പോകുന്നത് മുൻകൂട്ടി അറിവില്ല. അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയോടെ കാത്തു നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ദാഹം വരണം. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് പ്രശോഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ദാഹം വേണം. കർത്താവിന് വേണ്ടി ഈ തലമുറ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആത്മാവിന് വേണ്ടിയുള്ളതായ ദാഹം വേണം. യേശുക്രിസ്തുവിൽ നിങ്ങൾ ഊന്നി നിൽക്കാൻ സാധിക്കണമെങ്കിൽ, നിങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ദേശത്തെ പ്രകാശമാനമാക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളിൽ ഈ ദീപ്തി വരണം, ഈ പ്രകാശം വരണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിലെ ദൈവത്തിൻ്റെ ആത്മാവ് വരണം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശരി, പക്ഷേ അതെല്ലാം നിർജ്ജീവമായ പ്രാർത്ഥനകളായി പോകുന്നു. ദാഹമില്ല, പരിശുദ്ധാത്മാവിന് ദാഹമില്ല. ആത്മാവിൽ മാത്രമേ പ്രാർത്ഥന ഉയരുകയുള്ളൂ, പരിശുദ്ധാത്മാവിൽ മാത്രമേ സ്തുതിയുള്ളൂ, ആത്മാവിൽ മാത്രമേ സത്യ ആരാധനയുള്ളൂ, പരിശുദ്ധാത്മാവിൽ മാത്രമേ ശുശ്രൂഷയുള്ളൂ. പരിശുദ്ധാത്മാവില്ലാത്ത ശുശ്രൂഷകൾ, പരിശുദ്ധാത്മാവ് എത്തി നോക്കാൻ പോലും പാടില്ലാത്ത സ്ഥലത്തുള്ള ശുശ്രൂഷകൾ. ഇന്ന് ശുശ്രൂഷകൾ ധാരാളമുണ്ട്, ഇന്ന് പ്രസംഗങ്ങൾ ധാരാളമുണ്ട്, ഇന്ന് ദൈവവേല ധാരാളം നടക്കുന്നുണ്ട്, ഇന്ന് പ്രാർത്ഥനകൾ ധാരാളം നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ആത്മാവില്ല എന്നുള്ള സത്യം പലരും അറിയുന്നില്ല. പരിശുദ്ധാത്മാവില്ലാത്ത വേലകൾ. സ്നേഹിതരെ, പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് വന്നാൽ അവിടെ ജീവൻ്റെ തുടിപ്പുണ്ടാകും, ജീവൻ്റെ സ്പന്ദനമുണ്ടാകും, ജീവൻ്റെ ചലനമുണ്ടാകും, ജീവൻ്റെ ആനന്ദമുണ്ടാകും, ജീവൻ്റെ സ്തുതിപ്പുണ്ടാകും, ജീവൻ്റെ ആരാധനയുണ്ടാകും. അവിടെ ബഹളങ്ങളില്ല, അവിടെ ഒച്ചപ്പാടുകളില്ല, അവിടെ ആഘോഷങ്ങളില്ല, അവിടെ ആരവാരങ്ങളില്ല, അവിടെ മൃദുസ്വരം മാത്രം. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീജ്വാലി ആളിപ്പടർന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലെ പാവങ്ങളെല്ലാം കത്തിച്ച് കളയുന്ന, ഹൃദയത്തിലെ ബന്ധനങ്ങളെല്ലാം മുഴുവൻ കത്തിച്ച് കളയുന്ന അത്ഭുതകരമായ അനുഭവം മാത്രം. അതാണ് നമുക്കിന്ന് ആവശ്യം. ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും വലിയ ആവശ്യം പരിശുദ്ധാത്മാവിൽ നിൽക്കുന്ന ശുശ്രൂഷകൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ശുശ്രൂഷകൾ. അതാണ് ഇന്നത്തെ ആവശ്യം. സഹോദരങ്ങളെ, നിങ്ങൾ മറ്റെങ്ങും നോക്കണ്ട, നിങ്ങൾ മറ്റാരെയും നോക്കണ്ട, ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ നോക്കണ്ട, ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ വേലകളിലേക്ക് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നോക്കൂ ഗോകുൽത്തായിലെ കുരിശിൽ മരിച്ച രക്ഷകനായ മിശിഹായിലേക്ക്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഈ ശക്തി തരാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് ഈ കൃപ തരാൻ ആഗ്രഹിക്കുന്നു, നമുക്കിതുവരെയും ലഭിച്ചിട്ടില്ലാത്ത വിശുദ്ധിയുടെ ശക്തിയും തേജസ്സും തരാൻ ആഗ്രഹിക്കുന്നു, വിശുദ്ധി തരാൻ ആഗ്രഹിക്കുന്നു. ഇന്നുവരെയും കിട്ടിയിട്ടില്ല. യൗവനക്കാരെ നിങ്ങളോട് പറയട്ടെ, ഇന്നുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, എന്നാൽ ഇന്ന് നിങ്ങൾക്ക് തരാമെന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾക്ക് വിശുദ്ധി തരാമെന്ന് പറയുന്നു, ദൈവസ്നേഹം തരാമെന്ന് പറയുന്നു, ക്രിസ്തുവിൻ്റെ മനസ്സ് തരാമെന്ന് പറയുന്നു, ക്രിസ്തുവിൻ്റെ ഹൃദയം തരാമെന്ന് പറയുന്നു, ക്രിസ്തുവിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി നിങ്ങളെ മാറ്റാമെന്ന് പറയുന്നു. അനുഗ്രഹമല്ലയോ നമുക്ക് വേണ്ടി കർത്താവ് കരുതിയിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനായി തീരുക, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളൊരു മനുഷ്യനായി തീരുക. വേദപുസ്തകം പറയുന്നു, എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. ദാവീദിനെക്കുറിച്ച് പറയുകയാണ്, എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എൻ്റെ ബോധത്തിനൊത്ത മനുഷ്യൻ, എൻ്റെ ആഗ്രഹത്തിനൊത്ത മനുഷ്യൻ, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. സഹോദരങ്ങളെ, നമ്മെക്കുറിച്ച് കർത്താവ് അങ്ങനെ പറയുമോ? ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കൂ. എന്നെക്കുറിച്ച് ഇപ്പോൾ യേശുക്രിസ്തു എന്ത് പറയും? യേശുക്രിസ്തു രഹസ്യങ്ങൾ കാണുന്ന ക്രിസ്തു എന്നെക്കുറിച്ച് ഇപ്പോൾ എന്ത് പറയും? ദൈവത്തിന് സ്തോത്രം. അവന് എന്നെക്കുറിച്ച് ഞാൻ എത്ര രൂപ ദൈവവേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു എന്നല്ല കർത്താവ് നോക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എത്ര സമയം ഞാൻ കർത്താവിന് വേണ്ടി ഉറക്കളിച്ചു എന്നല്ല നോക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു
എന്നല്ല കർത്താവ് നോക്കുന്നത്, ഞാൻ എന്താണ് എന്നാണ് കർത്താവ് നോക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാൾ ഞാൻ എന്താകുന്നു എന്ന് കർത്താവ് നോക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ ആളത്വത്തെ കർത്താവ് നോക്കുന്നു. എൻ്റെ ആളത്വം ക്രിസ്തു സദൃശമായി തീർന്നോ? ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് വരുന്നുവോ? ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് യോജിച്ചു വരുന്നുവോ? ഇല്ലെങ്കിൽ ഞാൻ വിശ്വാസിയല്ല, ക്ഷമിക്കണം, നാം ക്രിസ്ത്യാനിയുമല്ല. ഇന്ന് ക്രിസ്ത്യാനികൾ എന്നുള്ള പേരിൽ അനേകരുണ്ട്. എല്ലാം നാമധേയ ക്രിസ്ത്യാനികൾ തന്നെ. ഇന്ന് പേരിനുള്ള ക്രിസ്ത്യാനികൾ. വെള്ളിക്കോലെന്ന് പേരുണ്ട്, വെള്ളിയുടെ അംശമില്ലെന്ന് പറഞ്ഞിട്ടില്ലേ എന്നതുപോലെ വെള്ളിക്കോല് പോലുള്ള വെള്ളിയില്ലാത്ത വെള്ളിക്കോലുകൾ, അതല്ലേ ഇന്ന് പരിശുദ്ധാത്മാവില്ലാത്ത ശുശ്രൂഷകൾ, പരിശുദ്ധാത്മാവില്ലാത്ത ആരാധനകൾ, പരിശുദ്ധാത്മാവില്ലാത്ത ദേവാലയങ്ങൾ. പ്രിയപ്പെട്ടവരെ, വഴക്കും പിണക്കവും തല്ലും തടവുമായി എല്ലാ വിധത്തിലുള്ളതായ ദുശ്ശീലങ്ങളും ദുരാഗ്രഹങ്ങളുമായി എല്ലാം തകർന്നു പോകുന്ന സമുദായങ്ങളെയല്ലേ നാം കാണുന്നത്. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ബുദ്ധിയുള്ളവരല്ലേ, നിങ്ങൾ ചിന്തിക്കൂ. ഈ സമയത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ ഒരു ചെറുതിയെങ്കിലും കത്തിക്കുന്നതാണ് നല്ലത്. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിക്കേണ്ട, അവിടെ തിന്മയാണെന്ന് പറയേണ്ട, അവിടെ മുഴുവൻ ദോഷമാണെന്ന് പറയേണ്ട. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഒരു ചെറുതിയെങ്കിലും നിങ്ങൾ കത്തിച്ചു വയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറുതിരി കത്തിച്ചു വയ്ക്കുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ ആവത് ഞാൻ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ ഗൗരവമായി ചിന്തിക്കാമോ? എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവത്തിന് സ്തോത്രം. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ, എനിക്ക് ആരോഗ്യമില്ലല്ലോ, എനിക്ക് രോഗമല്ലേ, എനിക്ക് വാർദ്ധക്യമായില്ലേ, എനിക്ക് പ്രാപ്തിയില്ലല്ലോ, എനിക്ക് കുടുംബ മഹിമയില്ലല്ലോ, എനിക്ക് പാരമ്പര്യമില്ലല്ലോ, എനിക്ക് പറയത്തക്ക മേന്മകളൊന്നും ഇല്ലല്ലോ. സ്നേഹിത, നീ ഭയപ്പെടേണ്ട. ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു ക്രിസ്തുവിൻ്റെ ദാസനാണ്. ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ക്രിസ്തുവിൻ്റെ പ്രിയനാണ്. മറക്കരുത് മോളെ. നീ ഒരു കാര്യം മനസ്സിലാക്കൂ, നിനക്ക് വേണ്ടിയും കൂടിയാണ് കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ രക്തം ചിന്തിയത്. മറക്കരുത്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ വേരോടട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തരെയും ക്രിസ്തു വിലയേറിയവരായി കാണുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ വിലയേറിയവരായി കാണുന്നുണ്ട്. നിങ്ങളാരും കുറഞ്ഞവരല്ല, നിങ്ങളാരും ചെറിയവരല്ല, നിങ്ങളാരും പിറകിൽ നിൽക്കേണ്ടവരല്ല. നിങ്ങളെല്ലാം ക്രിസ്തുവിന് വേണ്ടി വീര പോരാളികളായി രംഗത്ത് ഇറങ്ങേണ്ടവരാണ്. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി അടരാടുവാൻ രംഗത്തേക്ക് ഇറങ്ങി വരേണ്ടവരാണ്. യേശുവേ, നിനക്ക് വേണ്ടി ഞാനിതാ എന്നെ തന്നെ നിനക്ക് തരുന്നു. എനിക്ക് നീ ഒരു ആയുസ് തന്നിട്ടുണ്ടല്ലോ, എനിക്ക് ഇത്രത്തോളം ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ, ഇത്രത്തോളം വിദ്യാഭ്യാസം തന്നിട്ടുണ്ടല്ലോ. കർത്താവേ, എനിക്ക് കണ്ണിനെ കാഴ്ച തന്നിട്ടുണ്ടല്ലോ, എനിക്ക് നാവിനെ ശബ്ദം തന്നിട്ടുണ്ടല്ലോ. കർത്താവേ, എനിക്ക് കാതിനെ കേൾവി തന്നിട്ടുണ്ടല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ചങ്കിന്ന് സ്പന്ദിക്കുന്നുണ്ടല്ലോ. കരുണയുള്ള കർത്താവേ, എൻ്റെ കൈകൾക്ക് ഇന്ന് ബലമുണ്ടല്ലോ, എൻ്റെ കാലുകൾക്ക് ഇന്ന് വേഗതയുണ്ടല്ലോ. നാഥാ, ഇന്ന് എന്നൊരു ദിവസം എൻ്റെ മുമ്പിലുണ്ട്. ഈ ദിവസം നാഥാ, എൻ്റെ ആയുസ് നിനക്ക് ഞാൻ വിട്ടുതരുന്നു. പറയാമോ നിങ്ങൾക്ക്? ഏൽപ്പിക്കാമോ നിങ്ങൾക്ക്? എലീശ സകലവുമിട്ട് ഏലിയാവിൻ്റെ പിറകെ പുറപ്പെട്ടതുപോലെ ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പിറകെ പോകാൻ മനസ്സുണ്ടോ? നിങ്ങളുടെ ഭാവിയെ ശോഭനമാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ അനുഭവങ്ങൾ തരും. നിങ്ങളുടെ ശാപങ്ങൾ കർത്താവ് മാറ്റിത്തരും. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഉദാസീനതയോടെ ചെയ്യരുത്. ഇതെൻ്റെ കാര്യമാണ്, ഇത് മറ്റാരുടെയും കാര്യമല്ല. ക്രിസ്ത്യൻ ബൈബിൾ ഫെലോഷിപ്പിൻ്റെ കാര്യമല്ല, ഇതെൻ്റെ കാര്യമാണ്. കാരണം ഇത് എൻ്റെ യേശുവിൻ്റെ കാര്യമാണ്. യേശുവിൻ്റെ കാര്യമാകയാൽ, ഞാൻ യേശുവിൻ്റെ വകയാകയാൽ ഇത് എൻ്റെ കാര്യമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ കാര്യം എൻ്റെ കാര്യം, അതുകൊണ്ട് എൻ്റെ കാര്യം യേശുവിൻ്റെ കാര്യമായി മാറിയിരിക്കുന്നു. ഞാനിത് യേശുവിനായി വിട്ടുകൊടുത്തിരിക്കുന്നു. ഈ ഒരു തീരുമാനം നിങ്ങൾക്ക് വരാൻ പറ്റുമോ? ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് യേശു നിൽക്കുന്നുണ്ട്. യേശു നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. യേശു നിങ്ങളുടെ സമീപത്ത് നിൽക്കുന്നുണ്ട്. അവൻ കെഞ്ചുകയാണ്. അവൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈ നീട്ടി കെഞ്ചുകയാണ്. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. എൻ്റെ മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് വേണ്ടി തുറന്നു തരിക. ഞാൻ ബലബന്ധം ചെയ്യുകയില്ല, ഞാൻ ബലം പ്രയോഗിച്ച് അകത്ത് കടക്കുകയില്ല, ഞാൻ നിന്നെ പ്രേരിപ്പിച്ച് കിടക്കുകയില്ല. നിൻ്റെ മുമ്പിൽ ഞാൻ കെഞ്ചുകയാണ്. വേണമെങ്കിൽ നിനക്ക് തുറക്കാം. ഇന്ന് തുറന്നാൽ നിനക്ക് അനുഗ്രഹം പ്രാപിക്കാം. ഇന്ന് നിൻ്റെ ജീവിതം എനിക്ക് തന്നാൽ നിൻ്റെ ജീവിതത്തെ ഞാൻ ശോഭായമാനമാക്കാം. ഇന്ന് നിൻ്റെ ജീവിതം എൻ്റെ കരങ്ങളിലേക്ക് തന്നാൽ നിൻ്റെ ജീവിതത്തെ ഞാൻ പ്രശോഭിതമാക്കാം. അനുഗ്രഹീതമായ ഒരു ശോഭനമായ പ്രഭാഭാസുരമായ ഒരു നല്ല നാളെ നിനക്ക് ഞാൻ തരാം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹം നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ സമയം വിലയേറിയ സമയമാണ്. സ്വർഗം തുറന്നിരിക്കുന്ന സമയമാണ്. സ്വർഗീയ രാജാധിരാജൻ നിങ്ങളെ ഉറ്റുനോക്കുന്ന സമയമാണ്. ആരുണ്ട് എൻ്റെ ശബ്ദം കേൾക്കാൻ? ആരുണ്ട് എൻ്റെ വേദന മാറ്റാൻ? ആരുണ്ട് എൻ്റെ ദാഹം തീർക്കാൻ? യേശു നോക്കുകയാണ്. നിങ്ങളിപ്പോൾ നിങ്ങൾ തന്നെ സമർപ്പിക്കുവീൻ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ട് യേശുവിനോട് പറയുവീൻ, യേശുവേ, ഇത്രയും കാലം ബോധമില്ലാത്തവനെ പോലെ ഞാൻ ജീവിച്ചു, അറിവില്ലാത്തവനെ പോലെ ഞാൻ ജീവിച്ചു, അറിവില്ലാത്തവളെ പോലെ ഞാൻ ജീവിച്ചു. എന്നാലോ കർത്താവേ, അജ്ഞതയുടെ വകയായി ജീവിച്ച് എനിക്ക് ഒരു നല്ല കാലം തരണമേ കർത്താവേ. ഇനിയുള്ള ആയുഷ്കാലം യേശുവിന് വേണ്ടി എരിഞ്ഞടങ്ങാൻ ഇതാ ഞാൻ വിട്ടുതരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, യേശു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. അവൻ്റെ കരം നിങ്ങളുടെ നേരെ നീട്ടിയിട്ടുണ്ട്. അവൻ്റെ സ്നേഹമുള്ള കരം നിങ്ങളുടെ നേരെ നീട്ടിക്കൊണ്ട് കെഞ്ചുകയാണ്. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുമെന്ന് കർത്താവ് ചോദിക്കുന്നു. എനിക്കായി നിങ്ങളെ വേർതിരിക്കുമെന്ന് ചോദിക്കുന്നു. 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. 5 അപ്പവും 2 മീനും
അത് നിസ്സാരമാണെന്ന് വിചാരിച്ചത്. ആ ബാലകൻ അവൻ്റെ അമ്മ കൊടുത്തു വിട്ടതാണ്, പൊതിഞ്ഞ് കൊടുത്തു വിട്ടതാണ്. മോനെ വിശക്കുമ്പോൾ തിന്നോ എന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടതാണ്. യേശുവിൻ്റെ വചനം കേൾക്കാൻ കൊച്ചു പോവുകയായിരുന്നു. ആ മോൻ യേശുവിൻ്റെ വചനം കേൾക്കാൻ പോയതാണ്. അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും. ദൈവത്തിന് സ്തോത്രം. അവൻ തിന്നാൻ തോന്നിയില്ല, കാരണം വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വിശപ്പ് മറന്നുപോയി, ഭക്ഷണത്തിൻ്റെ കാര്യവും മറന്നുപോയി. പൊതി അവൻ്റെ കയ്യിലുണ്ട്, പൊതി തുറന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ശുശ്രൂഷ കഴിഞ്ഞു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഇവർ ചിലർ വളരെ ദൂരെ നിന്ന് വന്നവരാണ്, 3 ദിവസമായി പട്ടിണി കിടക്കുന്നു, വലുതും ഭക്ഷിക്കാൻ കൊടുക്കുക. ശിഷ്യന്മാർ അമ്പരപ്പിലായി. ആ നാട്ടുകാരനായ ഫിലിപ്പോസ്, ബേത്ത്സയിദക്കാരനായ ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, 200 വെള്ളിക്കാശിനപ്പം വാങ്ങിച്ചാൽ പോലും ഒന്നും മതിയാവുകയില്ല, ദൂരം ആളുകളാണ്, 5000-ലേറെ പുരുഷന്മാർ തന്നെയുണ്ട്, ഏതാണ്ട് അത്രത്തോളം സ്ത്രീകളും ഉണ്ടല്ലോ, അതിലേറെ കുഞ്ഞുങ്ങളുമുണ്ട്, ഇക്കണ്ട ജനത്തിന് എങ്ങനെ ആഹാരം കൊടുക്കും കർത്താവേ? ഫിലിപ്പോസ് അമ്പരപ്പിലായി. അപ്പോൾ എങ്ങനെ വിഷമിച്ച് കർത്താവ് ഫിലിപ്പോസിൻ്റെ വിഷമിച്ച് പറയുന്ന വാക്കുകൾ കർത്താവ് കേട്ട് കർത്താവ് നോക്കി നിൽക്കുമ്പോഴുണ്ട്. അപ്പോൾ ഈ ബാലകൻ കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് അവൻ്റെ പൊതി അവനെടുത്തു. ആ പൊതിയെടുത്ത് അവൻ്റെ കയ്യിലിങ്ങനെ ഉയർത്തി പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കാൻ മനസ്സാണെന്ന് എൻ്റെ അർത്ഥം. പക്ഷേ പിന്നെയും അവൻ താഴ്ത്തി, കാരണം യേശു ഇത് സ്വീകരിക്കുമോ? ഈ 5000 കണക്കിന് ആളുകൾക്ക് ഈ 5 അപ്പവും 2 മീൻ ഇതെന്താകും? അവൻ തെല്ല് പരിഭ്രമത്തോടെ നിന്നു. പിന്നെയും പൊതി കിട്ടും. കർത്താവിന് കൊടുത്താൽ അത്രയെങ്കിലും ആകുമല്ലോ, കർത്താവിൻ്റെ വിശപ്പെങ്കിലും മാറുമല്ലോ, അത്രയും വിചാരിച്ചുള്ളൂ. കർത്താവിൻ്റെ വിശപ്പെങ്കിലും മാറുമല്ലോ, അല്ല ശിഷ്യന്മാരുടെ വിശപ്പ് മാറുന്നെങ്കിലാവട്ടെ, എന്നാലും ഞാനിത് കൊടുത്താൽ കർത്താവ് എന്ത് പറയും? അവന് മടി, അവനൊരു തളർച്ച. അപ്പോഴാണ് അന്ത്രയോസ് കണ്ടത്. അന്ത്രയോസ് അവൻ്റെ അടുക്കൽ ചെന്ന്, എന്നെ മനേന, അല്ല എൻ്റെ കയ്യിൽ ഒരു 5 അപ്പവും 2 ചെറുമീനും ഉണ്ട്, ഞാനത് കൊടുക്കാൻ എനിക്ക് മനസ്സാണ്, അത് കർത്താവ് മേടിക്കുമോ എനിക്കറിയാൻ പാടില്ല, ഇതുകൊണ്ടൊന്നും ആവില്ലെന്ന് എനിക്കറിയാം. അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കർത്താവിന് മുമ്പിലേക്ക് അന്ത്രയോസ് കൊണ്ടുവന്നു. അന്ത്രയോസ് പറഞ്ഞു, ദാണ്ടെ ഈ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, അത് അവിടത്തേക്ക് തരാൻ അവന് സമ്മതമാണ്, അവന് ആഗ്രഹമാണ്, അവനെ തരാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്താ വേണ്ടത്? കർത്താവ് വാങ്ങിച്ചു. കർത്താവ് കൈ നീട്ടി 5 അപ്പവും 2 മീനും കൊടുത്ത് കർത്താവ് അങ്ങ് വാങ്ങിച്ചു. കർത്താവ് പൊതി നിവർത്തി, കർത്താവ് നോക്കി 5 അപ്പവും 2 മീനും ഉണ്ട്. കർത്താവ് വാഴ്ത്തി. ആരാണ്? സൃഷ്ടാവാണ്. ആരാണ്? നിത്യനായ രക്ഷകനാണ്, ലോകത്തിൻ്റെ അധിപതിയാണ്, അഖില ചരാചരങ്ങളുടെ ഈ സൃഷ്ടാവാണ്, അണ്ടകടാഹത്തെ മെനഞ്ഞവനാണ്, ആകാശഗോളങ്ങളെ സൃഷ്ടിച്ചവനാണ്. ജീവനുള്ള ദൈവം തൻ്റെ കരങ്ങളിൽ മനുഷ്യൻ കൊടുത്തത് ഏറ്റുവാങ്ങി, സൃഷ്ടി കൊടുത്തത് സൃഷ്ടാവ് ഏറ്റുവാങ്ങി. സൃഷ്ടാവ് അത് വാഴ്ത്തി നുറുക്കി വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എവിടെന്നോ ഓരോ ശിഷ്യന്മാർക്കും ഓരോ കൊട്ട കയ്യിൽ കിട്ടി. അവർ ആ കൊട്ടയിലിട്ടു. അതുമായിട്ട് അവർ ഓടി നടക്കുകയാണ്. ജനം ആർത്തി കൊണ്ട് പന്തിയായി ബേത്ത്സയിദയിലെ മലഞ്ചെരിയിൽ ഇരിക്കുന്നു. പന്തിയായിരിക്കുന്ന ജനം ഇപ്പോൾ ആഹാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. എവിടെ നിന്നാണ് ആഹാരം എന്നവർക്ക് അറിഞ്ഞുകൂടാ. 12 ശിഷ്യന്മാരും 12 കൊട്ടകളിൽ അപ്പം ഇങ്ങനെ വിളമ്പിക്കൊണ്ട് ഓടി നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെയും മുമ്പിൽ ചെന്നു. വീണ്ടും വിളമ്പി. തീരുന്നില്ല, പിന്നെയും വിളമ്പി. തീരുന്നില്ല, പിന്നെയും വിളമ്പി. ആളുകൾ മതിയായി, എല്ലാവർക്കും തൃപ്തിയായി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ജനത്തിന് തൃപ്തിയാകുന്നത് കണ്ട് കർത്താവും തൃപ്തിയോടെ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ചിന്ത അങ്ങനെ ബൈബിളിലില്ല, ആ കൊച്ചനിപ്പോൾ കർത്താവിൻ്റെ ചേർന്ന് നിൽക്കുകയാണെന്ന്, കർത്താവിൻ്റെ അടുത്ത് നിന്ന് മാറാതെ നിൽക്കുകയാണെന്ന്. ആ ബാലകനുണ്ടല്ലോ, അവൻ കർത്താവിൻ്റെ പാതവെടുത്ത് ചേർന്ന് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുഖത്ത് തൃപ്തി വരുന്നത്, കർത്താവിൻ്റെ മുഖം പ്രകാശിക്കുന്നത്, കർത്താവ് സന്തോഷിക്കുന്നത് അവൻ കണ്ട് അവനും സന്തോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതൊരു ആനന്ദകരമായ അനുഭൂതിയാണ് കേട്ടോ. യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ യേശു സന്തോഷിക്കുന്നത് കണ്ട് സന്തോഷിക്കാനിടയാകുക, അതൊരു ഭാഗ്യമല്ലേ? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ കേൾക്കൂ. 12 കൊട്ട ബാക്കി, ഒരു കൊട്ടയിലും കുറഞ്ഞില്ല. 12 കൊട്ട ബാക്കി. ഒന്നും കളയണ്ട, എല്ലാം ശേഖരിപ്പിന്ന് കർത്താവ് പറഞ്ഞു. ശിഷ്യന്മാരതെല്ലാം എടുത്തു തലയിൽ വെച്ചു. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് വേറൊരു ഭാവനയാണ്. അങ്ങനെ ബൈബിളിലില്ല. അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മ പറയുകയാണ്, കൊച്ചു പോയിട്ട് 3 ദിവസമായി, മോൻ പോയിട്ട് 3 ദിവസമായി, കാണുന്നില്ല. അപ്പം പറഞ്ഞു, നീ പേടിക്കാതിരിക്കേ, യേശു തമ്പുരാൻ്റെ അടുക്കലേക്കല്ലേ പോയത്, യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാനല്ലേ പോയത്, ഒരു ദോഷവും വരില്ല, അവനൊരു കുഴപ്പം വരില്ല, പേടിക്കാതിരിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുണ്ട് ഇതാ ഈ മോനിങ്ങ് വരുന്നു. നല്ല ഉത്സാഹത്തോടെ, നല്ല ഊർജ്ജസ്വതയോടെ ഈ ബാലകൻ വരുന്നു. അവൻ വന്നു നോക്കിയപ്പോൾ അപ്പനമ്മയും നോക്കുമ്പോൾ 12 പേര് കൊട്ട തലയിൽ വെച്ചുകൊണ്ട് വരുന്നു. കൊട്ട 12 പേരുടെ തലയിൽ കൊട്ടയുണ്ട്. അവൻ വന്നു,
അപ്പൻ്റെ അമ്മയുടെ എഴുത്ത് നിന്നു. അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചു, അമ്മ അവന് നെറുകയിൽ ഉമ്മ വെച്ചു, ചേർത്ത് നിർത്തി. അപ്പോഴാണ് 12 ശിഷ്യന്മാരും 12 കൊട്ടയിൽ നിറയെ അപ്പോൾ കഷ്ണങ്ങളുമായി വരുന്നു. പിന്നാലെ ഇതാ സൗമ്യനായി ശാന്തനായി യേശു ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. മലഞ്ചെരുവിൽ നിന്ന് യേശു നേരെ പോയത് ആ ബാലകൻ്റെ വീട്ടിലേക്കാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ആ മാതാപിതാക്കളുടെ മുമ്പിൽ നിന്നു, ആ ബാലകൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ മോൻ അവന് വേണ്ടി കൊണ്ടുവന്ന അപ്പം എനിക്ക് തന്നു, അവൻ്റെ ഭക്ഷണം എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് 5000-ലേറെ ആളുകൾക്ക് പൂർണ്ണ തൃപ്തി വന്നു. നിങ്ങളുടെ മകൻ ഭാഗ്യവാൻ. ഈ മകൻ നിങ്ങൾക്കുണ്ടായതുകൊണ്ട് നിങ്ങളും ഭാഗ്യമുള്ളവർ. ഈ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു, ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. ഈ മോനും വലിയവനാകും. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കൾ കർത്താവിൻ്റെ കാൽക്കൽ വീണു, ആ മകനും കർത്താവിൻ്റെ കാൽക്കൽ വീണു. ശിഷ്യന്മാർ കൊട്ടയെല്ലാം താഴെ വെച്ചു. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരും കർത്താവിൻ്റെ കാൽക്കൽ വീണു. എല്ലാവരും ഒരുമിച്ച് സ്തുതിച്ചു, യേശുവിനെ സ്തുതിച്ചു. കർത്താവ് പറഞ്ഞു, ഈ 12 കൊട്ടയും നിങ്ങൾക്കാണ്, ഈ 12 കൊട്ടയിൽ അപ്പവും നിങ്ങൾക്കാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കൊടുത്താൽ ഇരട്ടിയല്ല, 10 ഇരട്ടിയല്ല, 100 ഇരട്ടിയായി മടക്കി കിട്ടും. ജീവിതം കൊടുക്കാമോ? തലമുറകളെ നമുക്ക് കിട്ടും, തലമുറകളെ നമുക്ക് കിട്ടും, തലമുറകളെ നേടാൻ പറ്റും. നിങ്ങൾക്ക് വേണമോ യേശുവിനെ? ഇതാ യേശു വന്ന് കൈ നീട്ടി നിൽക്കുന്നു. കൊടുക്കുവീൻ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക്, യേശുവിനെ വാഴ്ത്തുവീൻ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യരുത്, ഉത്സാഹത്തോടെ യഹോവയുടെ പ്രവൃത്തി ചെയ്യുവീൻ. നിങ്ങളെ തന്നെ ക്രിസ്തുവിന് കൊടുക്കുവീൻ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള ശുദ്ധീകരണം അനുഭവിപ്പീൻ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ പാപക്ഷമ അനുഭവിപ്പീൻ. ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവീൻ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹം നിറഞ്ഞ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാനാദേശങ്ങളിൽ നീ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ. എല്ലാവരെയും വാഴ്ത്തണമേ, വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ 2ാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ.